എക്സാം പേപ്പർ കിട്ടുന്നത് മാർക്ക് ഉണ്ടാവോ ആവോ? ഞാൻ ജയിച്ചിക്കോ അതോ തോറ്റിട്ടുണ്ടാവോ? എനിക്ക് പേടിയായിട്ട് വയ്യ. നീ ഇങ്ങനെ പേടിക്കാതെ, മാർക്കൊക്കെ ഉണ്ടാവും. നീ നന്നായിട്ട് എഴുതിയില്ലേ, പിന്നെ നീ ഇങ്ങനെ പേടിക്കുന്നേ? അന്ന് എനിക്കൊന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ തലേന്ന് ക്രിക്കറ്റ് നടന്നതല്ലേ ടി വിയിൽ, അതുകൊണ്ട് ഞാൻ അതും കണ്ടിരുന്നതാ. ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഇപ്പം ടീച്ചർ വന്നാൽ എനിക്ക് നല്ലോണം കിട്ടുന്ന എനിക്ക് തോന്നുന്നത്. നിങ്ങളൊക്കെ പാസ്സാവുമായിരിക്കും, എന്നാലും ഞാൻ പാസ്സാവുന്ന എനിക്ക് തോന്നുന്നില്ല. നീ ഇങ്ങനെ പേടിപ്പിച്ച് എന്നെ കൂടി പേടിപ്പിക്കാതെ. നമ്മൾ പാസ്സാവുമായിരിക്കും, നമ്മൾ നല്ലോണം എഴുതിയില്ലേ, പിന്നെന്താ? ആരെഴുതിയെന്ന്? ആ, നീയുണ്ടല്ലോ എനിക്ക് കൂട്ടിന്. നീയും പാസ്സാവുന്ന എനിക്ക് തോന്നുന്നില്ല. നീയും എൻ്റെ കൂടെ ക്രിക്കറ്റ് കാണാൻ വന്നതല്ലേ. നമ്മൾ രണ്ടാളും പെട്ടത് തന്നെ. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പേടിക്കാതെ. ടീച്ചർ ആദ്യം ഒന്ന് വരട്ടെ, എന്നിട്ട് മാർക്കൊക്കെ അറിഞ്ഞിട്ട് പോരെ പേടിക്കാൻ. ഇപ്പോഴേ പേടിച്ച് പ്രഷർ കയറ്റണ്ട മക്കളെ. അത് നിനക്കങ്ങനെ പറയാം, നിനക്ക് എപ്പോഴും ഫുൾ മാർക്കാണല്ലോ, നിനക്ക് എന്ത് പേടിക്കാനാ? ഞങ്ങളെപ്പോലുള്ള പാവങ്ങളല്ലേ പേടിക്കേണ്ട ആവശ്യമുള്ളൂ. നിങ്ങളോട് ആരെങ്കിലും പഠിക്കണ്ടെന്ന് പറഞ്ഞിക്കോ. നിങ്ങൾക്ക് പഠിക്കാൻ സമയമുണ്ടായിട്ട് നിങ്ങൾ അതൊന്നും ഉപയോഗിക്കാതെ ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ടല്ലേ, അല്ലാതെ വെറുതെ ഒന്നല്ലല്ലോ. ഞങ്ങൾ ആ സമയത്ത് വീട്ടിലിരുന്ന് നല്ല പോലെ പഠിച്ചു, അപ്പം ഞങ്ങൾക്ക് മാർക്ക് ഉണ്ടാവും. നിങ്ങളതുപോലെ പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അതൊന്നും പറയണ്ട. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ഇനി വരുന്നത് പോലെ ടീച്ചറെ കയ്യിൽ നിന്ന് അടി വാങ്ങുന്ന ആലോചിക്കുമ്പോൾ ഇപ്പോഴേ എൻ്റെ തല കറങ്ങുന്നു. നീ എന്നെ പേടിപ്പിക്കാതെ ഒന്ന് നിർത്തടാ. നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. അത് പറഞ്ഞപ്പോഴാ, ഇന്നലെ ടി വിയിൽ സൂപ്പർ ഹീറോ മൂവി ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ കണ്ടായിരുന്നോ? ആടി, ഞാനും കണ്ടായിരുന്നു. നല്ല അടിപൊളി സിനിമ. ആ സൂപ്പർ ഹീറോന്റെ പേരെന്തായിരുന്നു? അത് അയൺ മാൻ അല്ലേ? അയൺ മാനാ. എനിക്ക് ഇഷ്ടപ്പെട്ട സൂപ്പർ ഹീറോ ആണ് അയൺ മാൻ. നിനക്ക് അയൺ മാനെ ഇഷ്ടം? എനിക്കിഷ്ടം സൂപ്പർമാനെ. സൂപ്പർമാനെ എന്ത് സ്പീഡിലാണ് പറന്നു പോയി എല്ലാവരെയും രക്ഷിക്കുന്നത്. എനിക്ക് സൂപ്പർമാനെ ഇഷ്ടം. അയ്യേ, സൂപ്പർമാനെയൊന്നും എനിക്കിഷ്ടം. അവനെ കണ്ടാൽ തന്നെ എനിക്ക് ചിരി വരും. പാൻറ്റിൻ്റെ മുകളിൽ നിക്കറും ഇട്ട് കാണുമ്പോൾ തന്നെ എന്തൊരു കോമഡിയാ. എന്താ പറഞ്ഞത്? എന്റെ സൂപ്പർമാനെ തൊട്ട് കളിച്ചാലുണ്ടല്ലോ. എന്നാ പിന്നെ അതൊന്ന് കാണണല്ലോ. നീ എന്നെ എന്ത് ചെയ്യും? എന്റെ അച്ഛൻ പോലീസാ. നിന്നെ കൊണ്ടുപോയി ജയിലങ്ങിടും കേട്ടോ. പോലീസോ? നിന്റെ അച്ഛൻ പോലീസാണെങ്കിൽ എന്റെ അച്ഛൻ പട്ടാളത്തിലാ. പോലീസിനെ കാട്ടി വലുതാണ് പട്ടാളം. അതുകൊണ്ട് നീ അതൊന്നും പറയണ്ട. പട്ടാള വലുത്. പോലീസിനെ കാട്ടി പവറുള്ളത് പട്ടാളത്തിനാ. അവരുടെ കയ്യിൽ തോക്കുണ്ട്, അവർ എന്ത് വേണമെങ്കിൽ ചെയ്യും. കണ്ടോ ഇപ്പൊ എന്തായി? പട്ടാള വലുതെന്ന് മനസ്സിലായില്ലേ? ഇനി നീ എന്നെ പോലീസും പറഞ്ഞ് പേടിപ്പിക്കാൻ വരണ്ട കേട്ടോ. നിങ്ങൾ രണ്ടുപേരും ഇതിപ്പോ എന്താ പറയുന്നത്? സൂപ്പർ ഹീറോസിന്റെ കാര്യം പറഞ്ഞ് ഇപ്പൊ പോലീസും പട്ടാളവും ആയോ? അല്ല മിന്നി, നിനക്ക് ഇഷ്ടപ്പെട്ട സൂപ്പർ ഹീറോ ആരാ? എനിക്കിഷ്ടം ബാർബിയാ. ബാർബിനെ കാണാൻ എന്ത് ഭംഗിയാ. എൻ്റെ കയ്യിലൊരു ബാർബി ഡോളുണ്ട്. അതിന് ഞാൻ എപ്പോഴും ഡ്രസ്സ് മാറ്റിക്കൊടുക്കും, മുടി കെട്ടിക്കൊടുക്കും, ഒക്കെ ചെയ്ത് കൊടുക്കും. നല്ല ക്യൂട്ടാ കാണാൻ. മതി സംസാരിച്ച. നമ്മുടെ ടീച്ചർ വരുന്നുണ്ടെന്ന് തോന്നുന്നത്. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളുടെ ലീവൊക്കെ നിങ്ങൾ അടിച്ചു പൊളിച്ചോ? എവിടെയൊക്കെ പോയി? ഞാൻ വയനാട്ടിലാ പോയത്. ഞാൻ ബാംഗ്ലൂരിലുള്ള എൻ്റെ ആൻറ്റിയുടെ വീട്ടിലാ പോയത്. ഞാൻ എൻ്റെ മുത്തശ്ശിയുടെ കൂടെ പോയി അവിടെ കുറേ ദിവസം താമസിച്ചു. എന്നിട്ട് ഞങ്ങൾ അവിടെയുള്ള കുളത്തിലും അവിടെയുള്ള അമ്പലത്തിലൊക്കെ പോയി. അപ്പോൾ എല്ലാവരും അവധിക്കാലം അടിച്ചു പൊളിച്ച് വന്നതല്ലേ? ഇവിടെ എക്സാം പേപ്പർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എക്സാം പേപ്പർ കൊണ്ടുവന്നിട്ടില്ല എന്ന് വിചാരിച്ച് സമാധാനത്തിലിരിക്കുന്നു. അതേടാ, ഞാനും വിചാരിച്ചു കൊണ്ടുവന്നിട്ടില്ലാന്ന്. എന്താപ്പോ നീ ഇങ്ങനെ പേടിക്കുന്നത്? നിന്റെ മാർക്കൊക്കെ ഞാൻ കണ്ടു. കുറച്ചുകൂടി ബെറ്റർ ആകാനുണ്ട്. നീ എന്താ ഒന്നും പഠിച്ചിട്ടില്ലായിരുന്നോ? എക്സാമിൻ്റെ അന്ന് എനിക്ക് പനിയായിരുന്നു ടീച്ചർ, അതുകൊണ്ട് എനിക്കൊന്നും പഠിക്കാൻ പറ്റിയില്ല. എടാ, എന്ത് നുണയാ ഇവൻ പറയുന്നത്? അവനന്ന് ക്രിക്കറ്റ് കണ്ട് കുത്തിരിഞ്ഞിട്ടാ, അല്ലാണ്ട് പനി പിടിച്ചിട്ടൊന്നുമല്ല. എന്നിട്ട് പറയുന്ന കണ്ടില്ലേ? അത് ഞാൻ പറയാൻ വിചാരിച്ച കാര്യമായിരുന്നു. ഇനി ഞാനെന്ത് പറയും? നീ പനിയാന്ന് പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു എന്നാണ് വിചാരിക്കുന്നത്. മര്യാദയ്ക്ക് നാളെ വരുമ്പോൾ പേരൻസിനെ കൂട്ടി വന്നോ. നിങ്ങൾ രണ്ടുപേരും പേരൻസിനെ കൂട്ടി വന്നാലേ ഞാൻ ഇനി ക്ലാസ് കയറ്റും. മനുവിനാണ് ഈ ക്ലാസ്സിൽ ഏറ്റവും മാർക്ക് കുറവ്. നിങ്ങൾ രണ്ടുപേരും നാളെ പേരൻസിനെ കൂട്ടി വന്നിട്ട് ഞാൻ അവരോട് ചോദിക്കട്ടെ, നിങ്ങൾ വീട്ടിൽ നിന്ന് പഠിച്ചിട്ടോ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. അയ്യോ ടീച്ചർ, പേരൻസിനെ വിളിക്കാൻ പറയല്ലേ. അടുത്ത പ്രാവശ്യം ഞങ്ങൾ നല്ലോണം പഠിച്ചോളാം ടീച്ചർ, പ്ലീസ്. അച്ഛനും അമ്മ ഇത് അറിഞ്ഞാൽ നല്ല വഴക്ക് പറയും. അതെ ടീച്ചർ, അടുത്ത തവണ ഞങ്ങൾ നല്ല മാർക്ക് വാങ്ങും, നോക്കിക്കോ ടീച്ചർ. ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇനി അടുത്ത തവണ നല്ല മാർക്ക് വാങ്ങണം. ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും പേരൻസിനെ കൂട്ടി വന്നാലേ നിങ്ങൾ രണ്ടുപേരെയും ക്ലാസ് കയറ്റും. ഓക്കെ ടീച്ചർ, എന്തായാലും അടുത്ത തവണ നല്ല മാർക്ക് വാങ്ങും. നിങ്ങൾ ടീച്ചറെ ഞെട്ടിക്കും, നോക്കിക്കോ. ഞെട്ടിക്കും, നമുക്ക് കാണാം. മിണ്ടാതെ നിൽക്കടി, കളിയാക്കാതെ.